വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 3. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ പ്രഭാഷണം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുൾ ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറൂസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവരിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാര്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെയും വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. അറിവും കേൾവിയുമല്ല, ജീവിത പരിവർത്തനമാണ് പ്രസക്തമായ വിഷയം. ക്രിസ്തുവിന്റെ ആഗമനത്തിന് ജനങ്ങളെ ഒരുക്കുന്നതിന്റെ ഭാഗമെന്ന നിലയിൽ യോഹന്നാൻ മാംദാന നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം ആണ് ഇന്നത്തെ സുവിശേഷമായിട്ട് നമ്മുടെ ചിന്തയ്ക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ യോഹന്നാൻ തികഞ്ഞ ഒരു താപസന്റെ രൂപത്തിലും ഭാവത്തിലുമാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നാം കാണുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് തന്റെ പ്രഭാഷണം ആരംഭിച്ചത്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ സവിശേഷമായ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം ഉണ്ട് എന്ന് വേണം വിചാരിക്കാൻ. യേശുവിന്റെ വരവ് സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യമായിട്ടാണ് യോഹന്നാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എല്ലാ മനുഷ്യരും സ്വപ്നം കാണുന്ന സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യം എന്ന നിലയിൽ യേശുവിനെ അവതരിപ്പിച്ച യോഹന്നാൻ ഈ സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകണം എന്ന് വരികിൽ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വ്യവസ്ഥ ആ പ്രഭാഷണത്തിലുണ്ട്. ആ വ്യവസ്ഥയാണ് മനസ്സിന് അന്തരം വരുത്തണം, മനസ്സിന് മാറ്റം വരുത്തണം, മാനസാന്തരം സംഭവിക്കണം. ഇതാണ് യേശുവിന്റെ ആഗമനം സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യമായിട്ട് അനുഭവിക്കാൻ ആവശ്യം വേണ്ട വ്യവസ്ഥ. മനസ്സിന് മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ചിന്തയിലും മനോഭാവത്തിലും മനുഷ്യനിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ചിന്തയിലും മനോഭാവത്തിലും മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുമ്പോൾ വക്രതയും കൗശലവും കാപ്പട്യവും നിറഞ്ഞ മനുഷ്യന്റെ മനസ്സിനെ ആ വക്രതയ്ക്കും കാപ്പട്യത്തിനും കൗശലത്തിനും പകരമായിട്ട് സത്യസന്ധവും ആത്മാർത്ഥ നിറഞ്ഞതും
ഹൃദയനൈർമല്യം പുലർത്തുന്നതുമായിട്ടുള്ള ഒരു മനസ്ഥിതിയിലേക്ക് മനുഷ്യൻ കടന്നു വരിക. ഇതാണ് യോഹന്നാൻ ജനങ്ങളോടായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഉള്ള ആ മനസ്ഥിതിയിൽ നീതിബോധം നാമ്പെടുക്കുമെന്നും അതിന്റെ ഫലമായിട്ട് കാരുണ്യവും കരുതലും ആ മനസ്സിൽ മുളപൊട്ടുമെന്നും യോഹന്നാൻ പ്രഭാഷണത്തിൽ കൂടെ ജനങ്ങളെ അറിയിക്കുകയാണ്. യോഹന്നാന്റെ പ്രഭാഷണം കേട്ട ജനങ്ങളിൽ വളരെയധികം പേർ തങ്ങളുടെ മനസ്സിനെ അന്തരം വരുത്താനും അങ്ങനെ ജീവിതത്തിൽ ഉടനീളം പരിവർത്തനങ്ങൾ വരുത്തി സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധത്തിൽ തങ്ങളെ തന്നെ ഒരുക്കാൻ തയ്യാറായി എന്നാണ് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമെന്ന നിലയിൽ പ്രതീകാത്മകമായി യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഇടവരുന്നു ജനങ്ങൾ. ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് സുവിശേഷത്തിൽ നിന്ന് എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അറിവും കേൾവിയും കൊണ്ട് മാത്രമായില്ല. മനുഷ്യനുണ്ടാകുന്ന അറിവും മനുഷ്യൻ കേൾക്കാനിടവരുന്ന കാര്യങ്ങളും ജീവിതത്തിലെ പരിവർത്തനം വിധേയമാക്കാൻ മനുഷ്യൻ തയ്യാറാകണം. അങ്ങനെ ആ പരിവർത്തനം ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുമ്പോഴേ സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകാനും യേശുവിന്റെ ആഗമനം ജീവിതബന്ധിയായിട്ട് തീരുന്നതിനും ഇടവരുള്ളൂ എന്നുള്ളതാണ് യോഹന്നാൻ ജനങ്ങളെ പഠിപ്പിച്ചത്. ആ പഠനം ജനങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ഇടവന്നു എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും അറിവിനും കേൾവിക്കും അപ്പുറം ജീവിതത്തിൽ വരുത്തേണ്ട പരിവർത്തനങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വയ്ക്കാനുള്ളൊരു ആഹ്വാനം ഇന്നത്തെ സുവിശേഷം നൽകുന്നതായിട്ട് വേണം കരുതാൻ.